എല്ലാവർക്കും ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരിട്ട് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ വലിയ ചാക്കിൻ്റെ അകത്ത് തന്നെ ഇഞ്ചി നടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു 5-6 ഇഞ്ചി വട്ടത്തിലാക്കിയിട്ട് ഒറ്റ ചാക്കിൽ തന്നെ 5-6 പേരുടെ ഇഞ്ചിയാക്കി നടാനാകുന്നു. ഈ പീല് വാഴത്തടയിലും ഈ കാടിൻ്റെ അകത്തും കൂടിയാണ് നടാൻ പോകുന്നത്. ആദ്യം ഞാൻ കുറച്ച് ഈ കാട് വാരിൻ്റെ അടിയിൽ നട്ടിട്ട് അതിൻ്റെ ഇടകലർന്ന് ഓരോരോ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറേശ്ശെ പോട്ടി മിക്സ് നിറച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പിടാൻ പോകുന്നത്. ഒരുപാട് നറുക്കുന്നതല്ല, 2 ലെയറല്ല, ഇതിപ്പോൾ 3 ലെയറായിട്ട് നറുക്കണം. എന്നാലേ ഇഞ്ചിക്ക് കണക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. ഇതിപ്പോൾ ഇങ്ങനെ ആക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ, ഇതിൻ്റെ മേലെ കുറച്ച് വാഴത്തടിയിലും ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഈ കാട് ആദ്യം വാരിയിടും. എന്നിട്ട് അങ്ങനെ ഒരു 4-5 പ്രാവശ്യം, 2-3 പ്രാവശ്യമായിട്ട് ഇടണം. മറ്റ് 2 പ്രാവശ്യം ഇടൂ. അതേപോലെ തന്നെ 3 വട്ടം പോട്ടി മിശ്രിതം നിറക്കണം. അതെന്താ വെച്ചാൽ നമുക്ക് ഈ വാരി ഇടുന്നതിന് കണക്കായിട്ട് ഇഞ്ചിക്ക് കണക്കായിട്ട് നമുക്ക് പോട്ടി മിശ്രിതം വേണം. ആടെ മുറിക്കുന്നതിന് നടാൻ കണക്കായിട്ട് പോട്ടി മിശ്രിതം വേണം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് ഇതുപോലെ ഇത് ആരോളം നിറച്ച്. ഇതിന് ഒരുപാട് വണ്ണമൊന്നും വേണ്ട, നമ്മളെ മറ്റേ നടുമ്പോലെ ഉള്ള വണ്ണം വേണ്ട ഇഞ്ചിക്ക്. ഇഞ്ചിക്ക് ലേശം ലൂസായിട്ട് മതി. എന്നുവെച്ചാൽ ഇത് അത്രയല്ലേ വണ്ണം വെക്കൂലൂ, അടിയിലോട്ട് പോകില്ലല്ലോ, വടന്നിട്ടല്ലേ വരുക. അതുകൊണ്ട് ഇതിപ്പോൾ ഇതിന് മേലെ ഞാൻ കുറച്ച് പോട്ടി മിശ്രിതം ഇട്ടേ. ഇത് പോട്ടി മിശ്രിതം ഒരു ട്രിപ്പ് ഇട്ടു, രണ്ടാമത്തെ ട്രിപ്പായത്. ഒരു ചാക്കിൽ ഒന്നല്ലേ നടാൻ കഴിയൂ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 5-6 നട്ട് കഴിഞ്ഞാൽ നല്ല വിളവെടുക്കാനും കഴിയും. പക്ഷെ നല്ല വളങ്ങളാണ് ഇതിൻ്റെ അകത്ത് നടുന്നത്. പിന്നെ നമുക്കതിന് പിന്നെ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ചാണകവും വെള്ളവും കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി. പിണ്ണാക്കും ചാണകം എല്ലാം ഒഴിച്ച് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വന്നോളൂ. ഇപ്പം ഈ തോലിൽ തന്നെ നല്ല വളവുണ്ട്. ഇതിൻ്റെ അകത്ത് പോട്ടി മിശ്രിതവും ഈ വാഴത്തടിയും എല്ലാം ഇഞ്ചി വരുമ്പോഴേക്ക് നല്ല വളമായിട്ട് വരും. അപ്പോൾ ഇഞ്ചി നല്ലപോലെ നന്നാവും. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഇതാണ് വാരിയിട്ടത്, കുറച്ച് ഇത് വാരിയിട്ടേ. പോട്ടി മിക്സ് ഇട്ടു, അതിൻ്റെ മേലെ ഇതും കൂടി ഇട്ടു. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നടാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. എന്നാൽ വെച്ചാൽ ഒരു ചാക്കുണ്ടായാൽ മറ്റിപ്പോൾ 1-2 നമുക്കിപ്പോൾ ഇങ്ങനെ മറ്റേ മാതിരി ആക്കുന്നതെങ്കിൽ ഇപ്പം 1-2 വലിയ ചാക്കിലാകുമ്പോൾ 1 അല്ലെങ്കിൽ 2, അതിനപ്പുറം ഇടാൻ കഴിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വലിയ ചാക്ക് എടുത്താൽ നമുക്കൊരു 5-6 എണ്ണം നടാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് സൂത്രത്തിനാണ് ഞാൻ ഇതിങ്ങനെ എടുക്കുന്നത്. പിന്നെ നമ്മളെ മുറ്റത്തെ കാട് ഇഷ്ടം പോലെ ഉണ്ട്, അത് പറിച്ച് നമുക്ക് ചിലവാക്കുകയും ചെയ്യാലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വാഴപ്പോള ഇടണം. വാഴപ്പോള ഇടണം. തട നിറച്ചിട്ടത് ഇത് എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചിലവാകുമല്ലോ, ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ. മറ്റിപ്പോൾ എല്ലാത്തിനും നട്ടാലും നമുക്കിതിപ്പോൾ ചിലവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ഇത് വാഴത്തട വൃത്തിയായില്ല. ഇല്ലെങ്കിൽ അത് കൊണ്ടിടാൻ എത്രപ്പാട് സ്ഥലം വേണം. ആ വാഴത്തട എടുത്ത് വെക്കുമ്പോഴേക്ക് എത്ര സ്ഥലം പോവും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നല്ല എല്ലാം ഒതുങ്ങി വന്നില്ലേ, ഒരു കച്ചറിയില്ലാണ്ടായില്ല. അതേപോലെ പുല്ല് അടിയിലും ഭാര്യയുണ്ടേ, ഇതൊന്നും വേണ്ടല്ലോ. 3 ലെയറായിട്ടാണ് ഞാനിപ്പോൾ ഇതിലിടുന്നത്. 3 ലെയറേ ഇടുന്നില്ല. എന്നാൽ 3 ലെയറിന് 3-3 6 ഇഞ്ചി നടാം സുഖമായിട്ട്. ആ ഇഞ്ചി ഒരുപാട് നമ്മൾ വളം ദൂരെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ, വളം ഇട്ടിട്ട് ദൂരെ നട്ട് കഴിഞ്ഞാൽ ഇഞ്ചിക്ക് നല്ല ദൂരെ നട്ട് കഴിഞ്ഞാൽ നല്ലപോലൊക്കെ ഇഞ്ചി കീയും അടിലാട്ട് വരുന്നത് നമുക്ക് കാണാം. അതിനാണ് ഇതിങ്ങനെ ഞാൻ ആക്കി കാണിക്കുന്നത്. എല്ലാം നട്ടാലും ഇങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാനാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഒരു ലെയറും കൂടി ഇടണം. അപ്പോൾ അത് നിറയും. എല്ലാം നമുക്ക് ഓല വേണ്ടിക്കില്ല. ഈ ഓലേൻ്റെ അകുരുകൽ തറച്ചിട്ട് അതുപോലും ഇടാം. അതിട്ടാൽ ഓല പൊടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വളമാണ്.
ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി അങ്ങ് നമുക്ക് പറമ്പത്തേതെല്ലാം ഒഴിവായി പോവും. കാടും എല്ലാം ഇങ്ങനെ ആയി വരും. ഇപ്പൊ കണ്ടില്ലേ, ഇതേപോലെ ഇപ്പായി. ഇനിയിപ്പോ ഇതിന്റെ മേലെ ഒരു ലെയറും കൂടി ഇടട്ടെ. ഇതും കൂടി ഇട്ട് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വളം ഉണ്ടാവും. കണ്ടില്ലേ, ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ കച്ചറെല്ലാം പാരുമ്പോഴേക്കും നമ്മളെ മുറ്റത്തുള്ള കാടുകളെല്ലാം ഒഴിവായില്ലേ. മറ്റിപ്പോ എത്ര കാടുണ്ടാവും ഇവിടെ, ഏതെല്ലാം വിധത്തില് വിഷമങ്ങൾ ഉണ്ടാവും. ഇപ്പൊ അതിപ്പം ഇല്ലാണ്ടായില്ലേ. ഇനിയിപ്പോ ഇതിന്റെ മേലെ ഞാൻ ഈ വാഴത്തടി ഇട്ട് കൊടുക്കുന്നു. വാഴത്തടി ഇട്ടേ. വാഴത്തട ഒരു വലിയ വാഴ ഞാൻ കൊത്തിയിട്ടത്, അത് തെച്ചും കഴിഞ്ഞു. അതുകൊണ്ടെന്ന് വെച്ചാൽ നല്ല നമുക്ക് ചാക്കിനുള്ളിലായില്ലേ. ഇനിയിപ്പം നമുക്ക് ഈ വളം അടുത്ത ഇടലിന് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ചകിരിച്ചോറിന്റെ കൂടെ വളമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഒരു മണ്ണിലാ കൃഷിയാണ് നടുന്നത്. അതുകൊണ്ട് ഒരു തരി മണ്ണ് പോലും ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആരും വിചാരിക്കണ ഇത് മണ്ണുള്ള കൃഷിയല്ല. എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നത് കപ്പ മുതൽ പിടിച്ചിട്ട് ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ എല്ലാം മണ്ണിലാണ് കൃഷിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് വിളവിന് ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലപോലെ വളങ്ങൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കൂലൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതും കൂടി ഇട്ടേ. ഇതും കൂടി ഇട്ടേ. കണ്ടില്ലേ, ഇത് ആ മൊത്തങ്ങ എന്ന് പറഞ്ഞ സാധനം നല്ല വളം എന്ന് വെച്ചാൽ അതൊരു മരുന്നും കൂടിയാ. അതുകൊണ്ട് അത് ഇട്ടാൽ നമ്മള് എല്ലാറ്റിനും നല്ലൊരു വളമായിട്ട് വരും. വളം മാത്രമല്ല, ഒരു മരുന്നും കൂടി ആയിട്ട് വരും. രോഗങ്ങൾക്കെല്ലാം ശമനം ഉണ്ടാവും. ഈ മൊത്തങ്ങ എന്ന് പറഞ്ഞ സാധനം ഇത് കണ്ടില്ലേ. ഇതിന്റെ കിഴങ്ങ് അരച്ചിട്ട് ആക്കി കൊടുത്ത് നമുക്ക് തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഗ്രഹണി എന്ന് പറഞ്ഞ രോഗം മാറും. നമ്മളെല്ലാം ചെറിയ പിള്ളേർക്ക് പണ്ട് കാലത്ത് ചെറിയ പിള്ളേർക്ക് ഇതാന്ന് അരച്ച് കലക്കി കൊടുക്കുക. ഗ്രഹണി എന്ന് പറയും അവർക്ക്. ഈ കുട്ടിയൊക്കെ ചോറ് കൊടുക്കുമ്പം, ചോറെല്ലാം കൊടുക്കുമ്പോൾ കുട്ടിയൊക്കെ ഗ്രഹണി വരും. അതേപോലെ ഇതിങ്ങൾക്ക് ഇതേപോലെ ഈ കൃഷിക്കും നമ്മൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ ഗ്രഹണി വരുമ്പോലെ കുടൽ വിട്ട് പോലെല്ലാം വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കൊടുക്കുന്നത്. കണ്ടില്ലേ, ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി വാരി ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ചപ്പും ചവയും എല്ലാം നമ്മളെ മുറ്റത്തുള്ള എല്ലാം വൃത്തിയായി. ഇനിയിപ്പോൾ ഭംഗിയായിട്ട് വന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പോട്ടി മിശ്രിതം കൂടി കുറച്ച് നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഞാൻ ഇതേപോലെ വെച്ച് 6 ദ്വാരാക്കിയിട്ടുണ്ട്. 6 ദ്വാരത്തിലും 3 ലെയർ ഇട്ട് 3 ലെയർ ആണ് വളവിട്ടിട്ടുള്ളത്. 3 ലെയർ വളവിട്ടെടുത്താൽ ഇപ്പോൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ 6 ഇഞ്ച് കഷ്ണം എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നടാൻ. ഇതിപ്പോൾ കണ്ടില്ലേ, ഓരോ ഇഞ്ചി എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ആദ്യം വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലെ പോട്ടി മിശ്രിതം നിറക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കണ്ട. ഇതേപോലെ വെച്ചിട്ട് ആണ് ഇഞ്ചി നിറക്കാൻ പോകുന്നത്. ഇഞ്ചി ഇവിടെ വെച്ചിട്ട് പോട്ടി മിശ്രിതം നിറക്കാനാണ് പോകുന്നത്. കണ്ട, ഒരുപാട് നിറക്കുന്നില്ല. കുറച്ച് പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നിറച്ചാൽ മതി. ഇപ്പം അത്രയല്ലേ ഉള്ളൂ, ചെറുതല്ലേ ഇഞ്ചി, ചേന പോലെയല്ലല്ലോ. ഇതിപ്പോൾ ഇതേപോലെ ഞാൻ വെച്ചിട്ട് ഓരോന്നും ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിറക്കലാണ്. ഇപ്പം കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ വെച്ചു. ഇതേപോലെ ഇവിടെ വെച്ച് എല്ലാം ഇവിടെ നട്ടു കൊടുത്ത് ഇനിയിപ്പം നമുക്ക് ഇതിനി പോട്ടി മിശ്രിതം നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതാണിപ്പോൾ പരിപാടി. ഇപ്പം കണ്ടല്ലോ, ഇതിപ്പോൾ ലേശം മുള കുറവാണ്, അതൊന്ന് മാറ്റട്ടെ. മുള ഇല്ലേ, ഈ ഇഞ്ചി കൂടിയുടെ നട്ടിട്ട് നമുക്ക് പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കാമല്ലോ. നല്ലപോലെ മുളയുണ്ട്, അതുകൊണ്ട് നല്ലോണം നന്നാവും. മുള ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. മുള വന്നിട്ടില്ലെങ്കിലേ നമുക്ക് പേടിക്കണ്ടു. മുള വന്നതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പം കണ്ടില്ലേ,
ഇതേപോലെ ഇതിനകത്ത് ഇഞ്ചി ഇട്ടിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഈ പോട്ടി മിക്സ് ചെയ്ത് നട്ട് കൊടുക്കട്ടെ. ഇത് വേണ്ട ഇതേപോലെ നട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പച്ചയായതുകൊണ്ട് പച്ചത്തണ്ടെല്ലാം മുഴുവനും അമിഞ്ഞ പാട് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് നട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അത്രേ വേണ്ടു. ഇപ്പോൾ കുറച്ച് മാത്രം നിറച്ച് കൊടുത്താൽ മതി. ഒരുപാട് നിറച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഇതങ്ങ് അമിയുമ്പോൾ നമുക്ക് നിറച്ച് കൊടുക്കാം. പെട്ടെന്ന് അമിയും. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ നമ്മളിത് താണ് വരും. പാത്രം പിടിച്ചാൽ പിന്നെ അങ്ങ് അമ്മിയുള്ളൂ. അന്നേരം നമുക്ക് നിറച്ച് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് കൊടുത്താൽ എത്ര സുഖാന്നറിയാം, എത്ര എളുപ്പമാണെന്നറിയാം. ഇതിലിപ്പോൾ എത്ര എണ്ണമായി? ഒന്നിൻ്റെ സ്ഥാനത്താണ് നമ്മൾ 6 എണ്ണം നട്ടിട്ടില്ല. ഇപ്പം ഇതിനകത്തുനിന്നാണ് വിളവ് കിട്ടുക. നമുക്ക് നോക്കാലോ ഈ വിളവ് എന്തുണ്ടെന്ന്, നമുക്ക് അതും കൂടി പരീക്ഷിച്ച് നോക്കാലോ. കണ്ടില്ലേ, ഇതേപോലെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നനയട്ടെ. കണ്ടോ, അധികം പോട്ടി മിക്സ് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നല്ലപോലെ വളവുണ്ട് അടിയിൽ ഞാൻ പോട്ടി മിക്സ് ഒരുപോലെ ഒരു ലെയർ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് അങ്ങ് താണ് പോവില്ല എന്തായാലും. ഇല്ലേ, പോട്ടി മിക്സ് കൊണ്ട് പേടിക്കാനില്ല. പോട്ടി മിക്സ് താണ് പോവില്ല. നമുക്ക് ഇനി ഇട്ട് കൊടുക്കുമ്പം നമുക്ക് താണാലും നല്ലോണം ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അന്നേരം നല്ല വിളവിന് നമുക്ക് നല്ല ഇഞ്ചി കൃഷി ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ഞാൻ വിത്ത് എടുത്തിട്ടും വിളവ് എടുത്തിട്ടും ഞാൻ കാണിച്ചു തരുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാ മക്കൾക്കും എല്ലാവരും ലൈക്ക് അടിക്കുക. ആരും എനിക്ക് ഹൈപ്പ് അടിക്കുന്നില്ല. ഇന്നലത്തെ വീഡിയോക്ക് 1120 ഹൈപ്പാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളോട് ഇനി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതാന്ന് കണ്ടില്ലേ, എല്ലാവരും ഹൈപ്പ് അടിക്കുക, ലൈക്ക് അടിക്കുക. കണ്ട 6 ദ്വാരം ആക്കിയിട്ടുണ്ട്, 6 എണ്ണത്തിലും നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം നമ്മൾ അവർക്ക് വളം കൊടുക്കേണ്ട, വളരാനുള്ള ശേഷി മാത്രമേ അവർക്ക് വേണ്ടൂ. ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ഹൈപ്പ്, ലൈക്ക് ഇതൊന്നും മറക്കാതെ സബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുക. ഇനി ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നവർ, നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.